ഞാൻ SS രാജമൗലി, ഡയറക്ടറാണ്. ഞാൻ അമ്പളിക്കുട്ടായി പാലാകൊല നടക്കുന്നു. ഇനി എന്തായാലും വാലപോലെ നടക്കേണ്ട കാര്യമില്ല. ഞാൻ എന്തായാലും ഒരു സർപ്രൈസ് ഇവരെ അറിയിച്ചു കഴിഞ്ഞു. എന്റെ പുതിയ സിനിമയിൽ ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആരും ശരിയല്ല സാറേ ഇവിടെ ഉള്ള ആരും. ആളാരാണെന്ന് അറിയണോ? ആരാണ്? മിസ്റ്റർ അമ്പിളിക്കുട്ടൻ. അമ്പിളിക്കുട്ടനാണ് സെലക്ട് ചെയ്തത്. സത്യം, അമ്പിളിക്കുട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ കഥ എഴുതിയിരിക്കുന്നത് തന്നെ. വേറെ ആർക്കും ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല അമ്പിളിക്കുട്ടൻ. എന്റെ ആശാനെ, എന്റെ രാജമൗലി ആശാനെ, സിനിമയിൽ എടുത്ത എന്റെ ആശാനെ. സാറിന് അറിയാമോ സാറേ, എനിക്ക് ഇവിടെ ഒരു വില ആരും തരത്തില്ല. ആണോ? ആഹാരം തിന്നുമ്പോ പോലും എന്നെ എല്ലാരും കളിയാക്കും സാറേ. ആഹാരത്തിന്റെ കാര്യം പറഞ്ഞ വിശക്കുകയും ചെയ്യുന്നില്ല. ഇനി ആരും കളിയാക്കില്ല. ഒരുപാട് സിനിമകൾ കാണണം, ഒരുപാട് റെഫറൻസ് എടുക്കണം ആക്ടിങ്ങിന്റെ. കാരണം നമ്മളെ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും നമ്മളൊരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് കൊടുക്കാറുണ്ട്. എനിക്കറിയാം, നിങ്ങളെ മറ്റേ റാംജി റാവു ഫിലിം, രാംജി റാവു അല്ല, രാമോജി റാവു ഫിലിം സിറ്റി. അവിടെ നമ്മൾ അതെന്ന് വെച്ചാൽ സിനിമയുടെ കഥ പുറത്തു പോകാനിരിക്കാനും ഇതേപോലെ ആക്ടിംഗ് വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അമ്പിളിക്കുട്ടൻ അങ്ങനെ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് കാണും. അമിതാഭ് ബച്ചൻ അദ്ദേഹത്തിന്റെ സംഭവം അറിയാം, സ്വന്തമായിട്ട് ഒരു ആക്ടിംഗ് ഒരു ടാലന്റ് അദ്ദേഹം ഉണ്ടാക്കി എടുത്തതാണ്. അതെന്ന് വെച്ചാൽ ഒരു സ്റ്റൈലുണ്ട്. അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു കയ്യിലാണ് അദ്ദേഹത്തിന്റെ ആക്ഷൻ എല്ലാം സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബാദ്ഷാ ഖാൻ ഷാറൂഖ് ഖാൻ എത്തിയപ്പോഴത്തേക്കും അദ്ദേഹം രണ്ട് കൈയായി ആ ഡയലോഗ് ചെറുതായിട്ടൊന്ന് മാറുകയും ചെയ്യും.